ഇച്ചൂസിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അജുവിനെ ഒന്ന് ഒതുക്കിയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്നതെന്നും പറഞ്ഞ് അജു കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്തിട്ട് അവിടെ ഒതുക്കിയിരുത്തി. അപ്പോഴത്തേനും ചെറിയൊരു മഴക്കോള് പോലെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇച്ചിരി നടന്നപ്പോഴത്തേനും ഒടുക്കത്തെ വെയിൽ, പിന്നെ കുട ഉണ്ടായിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ സ്കൂളെത്തി. വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി. ഞാനവിടെ ചെന്നപ്പോഴത്തേനും പേരൻസൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ സ്കൂൾ ബസ് പോയിട്ടുണ്ടായിരുന്നില്ല. സ്കൂൾ ബസ്സും പോകണം, പ്രൈവറ്റ് ബസ്സും പോകണം, അതിനുശേഷം മാത്രമേ സ്കൂൾ ഓടത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ട വന്നു കേട്ടോ. ഇച്ചൂസിന് ഇന്ന് രാവിലെ എക്സാം ഉണ്ടായിരുന്നു. ഇച്ചൂസ് എഴുതിയോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ, ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ ഞാൻ ടീച്ചറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ ഇച്ചൂസ് നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേനും ഇച്ചൂസ് അവിടെ എന്നെയും കാത്ത് ബാഗൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരത്തെ ഇച്ചൂസിന് പിന്നെ പാർക്കിൽ കയറണം കളിക്കാനെന്നും പറഞ്ഞിട്ട് ഓടുന്ന ഓട്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച്, ഞാൻ പറഞ്ഞു പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ വരുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ എന്നെയും കാത്ത് രണ്ടുപേര് വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. അതാണ് അജു ആദു ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ.